എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം, ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ മാതാപിതാക്കളെ അക്ഷരം പ്രതി അനുസരിക്കുന്ന മക്കളുടെ എണ്ണം കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണ്. കാരണം അവർക്ക് അവരുടേതായ ഒരു ലോകമുണ്ട്. ഈ പറഞ്ഞത് ഒരു വാസ്തവമാണ്. ഇത് നമ്മൾ അംഗീകരിക്കാതെ നിവൃത്തിയില്ല. എന്നാൽ ഈ വിഷയത്തെക്കുറിച്ചല്ല നമ്മൾ ഇതിൽ സംസാരിക്കാൻ പോകുന്നത്. മറിച്ച് ഇതിനേക്കാൾ വലിയൊരു വിഷയമായ, അതായത് ജാത്യാലുള്ളത് തൂത്താൽ പോകില്ല എന്ന ജ്യോതിഷ സത്യത്തെക്കുറിച്ചാണ് നമ്മളിതിൽ സംസാരിക്കുന്നത്. പറയാൻ കാരണം, ജ്യോതിഷം സത്യമുള്ളതാണ്. അതുകൊണ്ടാണ് അറിവുള്ളവർ പറയുന്നത് കവടി കള്ളം പറയില്ല എന്ന് അവർ എടുത്തു പറയാൻ കാരണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് വന്നാൽ, കയ്യോ വളരുന്നത് കാലോ വളരുന്നതെന്ന് സസൂക്ഷ്മം നിരീക്ഷിച്ച് സ്നേഹിച്ച് ലാളിച്ച് വളർത്തി വലുതാക്കിയ മക്കളിൽ നിന്നും തിക്താനുഭവങ്ങൾ നേരിടേണ്ടി വരുന്ന 14 നക്ഷത്രക്കാരെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത്. പൊതുവെ പറഞ്ഞാൽ ഏതൊരു മാതാപിതാക്കളുടെയും ലക്ഷ്യം തൻ്റെ മക്കളെ ഏറ്റവും ഒന്നാമതാക്കുക എന്നത് തന്നെയാണ്. അതിപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, അല്ലെങ്കിൽ മാനസിക ശാരീരിക കഴിവുകളുടെ കാര്യത്തിലാണെങ്കിലും ശരി, എല്ലാവരും ആഗ്രഹിക്കുന്നത് ഈ പറഞ്ഞത് തന്നെയാണ്. ഇതിനു വേണ്ടിയിട്ടും മാതാപിതാക്കൾ സഹിക്കുന്ന കഷ്ടപ്പാട് പറഞ്ഞറിയിക്കാനും സാധ്യമല്ല. എന്നാൽ ഈ മക്കളിൽ നിന്നും തിരിച്ചും അവർ കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ പകുതിയെങ്കിലും അവർക്ക് തിരിച്ചു കിട്ടുന്നുണ്ടോ? കിട്ടുന്നില്ല. ഇവിടെ നിങ്ങൾ മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ടത്, വാസ്തവത്തിൽ നിങ്ങളുടെ മക്കൾ നിങ്ങളോട് മനഃപൂർവ്വം പെരുമാറുന്നതല്ല. അവരുടെ ജാതക ദോഷം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു പരിധിവരെ അവരെ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല. അപ്പോൾ ഈ ഒരു അടിസ്ഥാനത്തിലാണ് ഏറ്റവും ആദ്യം തന്നെ പറഞ്ഞത്, ഈ ജാത്യാലുള്ളത് തൂത്താൽ പോകില്ല എന്ന ജ്യോതിഷ ആപ്തവാക്യം ഇവിടെ ഉറപ്പിച്ച് പറയാൻ കാരണം. എന്നാലും ഇതിന് വളരെ ഉത്തമമായ പരിഹാര മാർഗങ്ങളുമുണ്ട്. അത് ഈ വീഡിയോയുടെ അവസാനം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. അതിനു മുൻപായി ആ 14 നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നും ഏതൊക്കെ രീതിയിലാണ് അവർക്ക് മക്കളിൽ നിന്നും ഉപദ്രവങ്ങൾ ഏൽക്കുന്നതെന്നും നമുക്കൊന്ന് പരിശോധിക്കാം. പറയാൻ കാരണം, ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളും തീർച്ചയായിട്ടും ഉണ്ടാകും. അത് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇവിടെ ഇങ്ങനെ പറയാൻ കാരണം, ഇത് വിശദമായി അറിഞ്ഞിരുന്നാൽ അങ്ങനെ ഉണ്ടാകുന്ന ഉപദ്രവങ്ങളിൽ നിന്നും അവസരോചിതമായി നല്ലൊരു പരിധിവരെ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും. അതുകൊണ്ട് എല്ലാവരും പരസ്പരം അവരുടെ വീട്ടിലെ അനുഭവങ്ങൾ ദയവായി പങ്കുവയ്ക്കുക. അത് നമുക്കെല്ലാവർക്കും പരസ്പരം തീർച്ചയായും വിലയിരുത്താൻ സാധിക്കും. ശരി. അപ്പോൾ ആ 14 നക്ഷത്രങ്ങളിൽ വെച്ച് ഏറ്റവും ആദ്യം വരുന്ന നക്ഷത്രം ഭരണി നക്ഷത്രം. വാസ്തവത്തിൽ ഈ ഭരണി നക്ഷത്രക്കാരായ മാതാപിതാക്കൾ, ഇതിൽ പ്രത്യേകിച്ചും മാതാവിനെ തന്നെ ഉദാഹരണമായി എടുക്കുകയാണെങ്കിൽ, ഇവർ നിഷ്കളങ്ക മനസ്സിനുടമകളാണ്. പറയാൻ കാരണം, കുട്ടികളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് കണ്ടാൽ അപ്പോൾ തന്നെ ഇവർ അത് ചോദ്യം ചെയ്യും. ഇത് കുട്ടികളുടെ ഭാഗത്തു നിന്ന് തന്നെയല്ല, കുടുംബത്തിൽ മറ്റാരുടെ ഭാഗത്തു നിന്ന് ഒരു തെറ്റ് കണ്ടാലും ശരി, ഇവർ ചോദ്യം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ ശത്രുത അത് മറ്റുള്ളവരിൽ നിന്നും വന്നു കിട്ടാനുള്ള ആ ഒരു പ്രധാന കാരണമായിട്ട് നമുക്കിവിടെ പറയാനുള്ളത്. കാരണം ഇവർ മറ്റുള്ളവരുടെ നന്മ ഉദ്ദേശിച്ചാണ് പറയുന്നതെങ്കിലും മറ്റുള്ളവർ ഇവരൊരു ശത്രുവിനെ പോലെയാണ് കാണുന്നത്. ഇതുകൊണ്ട് തന്നെ വളരെയധികം ദ്രോഹം ഇവർക്ക് ജീവിതത്തിൽ ഉടനീളം മക്കളിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഏറ്റുവാങ്ങേണ്ട ഒരു അവസ്ഥയാണ് സംജാതമാകുന്നത്. പക്ഷേ ഇവർക്ക് എടുത്തു പറയേണ്ട ഒരു സൗഭാഗ്യം എന്ന് പറയുന്നത്, ഏതവസ്ഥയിലും ഇവർക്ക് ദൈവം തുണയാണ്. പറയാൻ കാരണം, അത്രയധികം ഈശ്വരാനുഗ്രഹമുള്ളൊരു നക്ഷത്രമാണ് ഈ പറഞ്ഞ ഭരണി നക്ഷത്രം. പക്ഷേ പിന്നീട് മക്കൾ ഇവരുടെ ഭാഗത്ത് നന്മ തിരിച്ചറിയുന്ന ആ ഒരു കാലഘട്ടവും തീർച്ചയായിട്ടും ഉണ്ടാകും. ഈ പറഞ്ഞതിന് യാതൊരുവിധ സംശയവും വേണ്ട. കാരണം അങ്ങനെയാണ് നമ്മൾ ഇതുവരെ കണ്ടിരിക്കുന്നത്. പക്ഷേ അല്പം വൈകിയായിരിക്കും എന്ന് മാത്രമേ ഇവിടെ ഒരു വ്യത്യാസമുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഭരണി നക്ഷത്രക്കാരെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്കുള്ള പരിഹാര മാർഗങ്ങളും ഏറ്റവും അവസാനം ഒന്നിച്ച് പറയാം. ഒരു പ്രധാനപ്പെട്ട കാര്യം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാനുള്ളത്, നമ്മളിവിടെ എല്ലാ ശനിയാഴ്ച തോറും ചെയ്തു വരുന്ന നവഗ്രഹ പൂജകൾ, അത് വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്നവർക്ക് വരെ അതിൻ്റെ ആ ഒരു എഫക്റ്റ് അവർക്ക് അവിടെ കിട്ടുന്നുണ്ട്. ഇതിനർത്ഥം ഈ പൂജയ്ക്ക് ശക്തിയുണ്ട് എന്ന് തന്നെയാണ് ഇത് നമ്മളെ മനസ്സിലാക്കി തരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും താഴെ കമൻറ്റ് ബോക്സിൽ തന്ന് ഈ നവഗ്രഹ പൂജയിലേക്ക് നിങ്ങൾക്കൊന്ന് ഉൾപ്പെടാനായാൽ
തീർച്ചയായിട്ടും നിങ്ങൾക്കും അതിൻ്റെ അനുഭവത്തിൽ വരും. അങ്ങനെ ഇതിൻ്റെ ഫലം നേരിട്ട് അറിഞ്ഞതിന് ശേഷം മാത്രം ഞാൻ പറയുന്നത് വിശ്വാസത്തിലെടുത്താലും മതി. പ്രത്യേകിച്ചും ഇന്നത്തെ വിഷയത്തിൽ നമ്മൾ പറയുന്ന മക്കളാൽ ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നവർക്ക് ഇത് അച്ചിട്ടായിട്ടുള്ള കാര്യമായിരിക്കുമെന്ന കാര്യത്തിലും യാതൊരുവിധ സംശയവും വേണ്ട. ശരി. അപ്പോൾ മക്കളാൽ ദുഃഖം അനുഭവിക്കേണ്ടി വരുന്ന 14 നക്ഷത്രക്കാരിൽ അടുത്തതായിട്ട് പറയുന്നത് കാർത്തിക നക്ഷത്രം. ഈ കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മക്കളുടെ പെരുമാറ്റ ദൂഷ്യം ഇവരെ വളരെയധികം വ്യാകുലപ്പെടുത്തുന്നുണ്ട്. പറയാൻ കാരണം പലവിധ വഴിപാടുകളും ഇവർ ഓൾറെഡി കഴിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഇവരെ കൊണ്ടാകുന്ന രീതിയിൽ ഇവർ മക്കളെ നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകാം. പക്ഷേ എന്ത് ചെയ്തിട്ടും ഫലമില്ലാത്തൊരവസ്ഥയാണ് ഇവർ അനുഭവിക്കേണ്ടി വരുന്നത്. അതുപോലെ തന്നെ മക്കളിൽ നിന്നും, അതായത് മക്കളുടെ ഭാഗത്തു നിന്നും തൻ്റെ മാതാവാണ് അല്ലെങ്കിൽ പിതാവാണ് എന്നുള്ള ആ ഒരു പരിഗണന പോലും കൊടുക്കാത്ത ചില അവസരങ്ങളിൽ അവർ നിഷേധ വാക്കുകളും ഇവരോട് പറയാറുമുണ്ട്. ഇതാണ് കാർത്തിക നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള ആ ഒരു അവസ്ഥയെന്ന് പറയുന്നത്. നിങ്ങൾക്കും ഇതിൽ അവസാനം പറയാൻ പോകുന്ന പരിഹാര ക്രിയകൾ നിങ്ങളുടെ വീടിനടുത്തുള്ള ക്ഷേത്രങ്ങളിൽ ചെയ്യുകയോ അല്ലെങ്കിൽ ഇവിടെ നിങ്ങളുടെ പേരും നാളും തന്ന് പൂജയിൽ ഉൾപ്പെടുത്തിയാലും മതി. ഇനി അടുത്തത് മക്കളാൽ ദുഃഖം അനുഭവിക്കേണ്ടി വരുന്ന 14 നക്ഷത്രക്കാരിൽ അടുത്തതായിട്ട് വരുന്നത് മകീരൻ നക്ഷത്രം. ഈ മകീരൻ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇവർക്ക് മക്കളുടെ ഭാഗത്തു നിന്നും അതിനീചമായിട്ടുള്ളത് അല്ലെങ്കിൽ അതിക്രൂരമായിട്ടുള്ളതായ സമീപനമാണ് പലപ്പോഴായി ഏൽക്കേണ്ടി വരുന്നത്. പക്ഷേ ഈശ്വരാധീനം കൂടുതലുള്ളതിനാൽ അവസാനം ഇവരുടെ ഭാഗം തന്നെ ജയിക്കുന്നതായിട്ടാണ് പൊതുവെ കണ്ടുവരുന്ന ആ ഒരു രംഗം. അതായത് മക്കൾ ക്ഷമ പറഞ്ഞ് ഇവരുടെ കാൽക്കൽ നമസ്കരിക്കുന്ന ഒരവസ്ഥയാണ് പിന്നീട് ഉണ്ടാകാറുള്ളത്. എന്നാലും ജീവിതത്തിലുടനീളം നോക്കുകയാണെങ്കിൽ വളരെയധികം കുത്തുവാക്കുകൾ ഇവർ സഹിക്കേണ്ടതായിട്ട് വരുമെന്നത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഇത്രയുമാണ് മകീരൻ നക്ഷത്രക്കാർക്ക് വേണ്ടി നിങ്ങൾക്കിവിടെ ഓർമ്മപ്പെടുത്താനുള്ളത്. നിങ്ങൾക്കുള്ള പരിഹാരങ്ങളും ഏറ്റവും അവസാനം ഒന്നിച്ച് പറയാം. മക്കളാൽ ദുഃഖം അനുഭവിക്കേണ്ടി വരുന്ന 14 നക്ഷത്രക്കാരിൽ ഇനി അടുത്തതായിട്ട് പറയുന്നത്, അതായത് 4ാമതായിട്ട് വരുന്നത് തിരുവാതിര നക്ഷത്രം. നിങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ നിങ്ങൾ മക്കൾക്ക് വേണ്ടി തന്നെയാണ് ജീവിക്കുന്നത് എന്ന് പറയുകയായിരിക്കും കൂടുതൽ ശരി. കാരണം നിങ്ങൾ എത്ര കഷ്ടപ്പാടും ദുരിതങ്ങളും സഹിച്ചിട്ടാണെങ്കിലും ശരി, മക്കളെ വിശപ്പറിയിക്കാതെ വളർത്തിക്കൊണ്ടുപോരുന്നൊരു മാനസികാവസ്ഥയാണ് നിങ്ങൾക്ക് പൊതുവേ ഉള്ളത്. എന്നാൽ ഇത് തിരിച്ചറിയാൻ മക്കൾക്കാകുന്നില്ല. മക്കൾ നിങ്ങളോട് ഒരു ശത്രുവിനെ പോലെയാണ് പല അവസരങ്ങളിലും പെരുമാറി വരുന്നത്, അല്ലെങ്കിൽ ഭാവിയിൽ അങ്ങോട്ട് പെരുമാറാൻ പോകുന്നത് എന്ന് വേണമെങ്കിലും പറയാൻ സാധിക്കും. പക്ഷേ ഇത് അവരുടെ തെറ്റല്ല. അവരുടെ ഗ്രഹനില പ്രകാരം നീചഗ്രഹങ്ങളുടെ നീചദൃഷ്ടി അവരെ ബാധിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് മാത്രം ഇതുപോലുള്ള സ്വഭാവ ദൂഷ്യങ്ങൾ അവർ പ്രകടിപ്പിച്ചാലും അത് നിങ്ങൾ ഗവനിക്കേണ്ട യാതൊരു കാര്യവുമില്ല. നിങ്ങൾക്കുള്ള പരിഹാര മാർഗങ്ങളും ഏറ്റവും അവസാനം ഒന്നിച്ചു പറയാം. ഇനി അടുത്തത് മക്കളാൽ ദുഃഖം അനുഭവിക്കുന്ന 14 നക്ഷത്രക്കാരിൽ വെച്ച് അടുത്തതായിട്ട് പറയുന്നത് പുണർദം നക്ഷത്രം. ഈ പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറഞ്ഞാൽ യാതൊരുവിധ സംശയവും വേണ്ട, നിങ്ങളുടെ അകമഴിഞ്ഞ സ്നേഹമാണ് നിങ്ങൾക്ക് വിനയായി തീരുന്നത്. അതായത് നിങ്ങൾ എത്രയധികം മക്കളെ സ്നേഹിക്കുന്നുണ്ടോ മക്കൾക്ക് അതിൻ്റെ 10-1 പോലും നിങ്ങൾക്ക് തരാൻ സാധിക്കുന്നില്ല. എന്ന് വെച്ചാൽ നിങ്ങൾ എത്ര പറഞ്ഞാലും അനുസരിക്കാത്തൊരു സ്വഭാവ പ്രകൃതം നിങ്ങളുടെ മക്കളിൽ കാണുന്നുണ്ട്. എന്നാൽ നിങ്ങൾ മക്കളുടെ നന്മയെ ആഗ്രഹിച്ച് അവർക്ക് ശരിയായ വഴി പറഞ്ഞു കൊടുത്താലും അവർ തെറ്റായ വഴിയിൽ കൂടി മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം മനോവേദന ഓൾറെഡി അനുഭവിക്കുന്നവരുമാണ്. പക്ഷേ കാലാന്തരത്തിൽ, അതായത് പ്രായമാകുമ്പോൾ നിങ്ങളെ തീർച്ചയായും മക്കൾ അംഗീകരിക്കുന്നതായിരിക്കും. അതിനുശേഷം മാത്രമേ സമാധാനപരമായിട്ടുള്ളൊരു ജീവിതം നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ജ്യോതിഷവശാൽ ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതിന് അടുത്തത് മക്കളാൽ ദുഃഖം അനുഭവിക്കേണ്ടി വരുന്ന ആ 14 നക്ഷത്രക്കാരിൽ അടുത്തതായിട്ട് പറയുന്നത് ആയില്യം നക്ഷത്രം. ഈ ആയില്യം നക്ഷത്രക്കാരുടെ മക്കളുടെ സ്വഭാവം രണ്ടാമതൊന്ന് ചിന്തിക്കാതെ നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. അതായത് നിങ്ങളോട് യാതൊരുവിധ കോംപ്രമൈസിനും അവർ തയ്യാറല്ല. എന്ന് വെച്ചാൽ ചില സമയങ്ങളിൽ നിങ്ങളെ അവർ ഒരു ക്രിമിനലിനെ കാണുന്നത് പോലെയാണ് കാണുന്നത് എന്ന് പറയുന്നതിലും യാതൊരു അതിശയോക്തിയും വിചാരിക്കേണ്ടതില്ല. അതായത് അവരുടെ നമ്പർ 1 ശത്രു നിങ്ങൾ അമ്മയാണ് എന്നുള്ള ധാരണയിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഇത് തീർച്ചയായും വ്യത്യാസം വരുമെന്ന കാര്യത്തിലും നിങ്ങൾ സങ്കടപ്പെടേണ്ടതില്ല.
കാരണം അവർക്ക് തന്നെ പിന്നീട് അങ്ങോട്ട് തോന്നി തുടങ്ങും മാതാപിതാക്കളുടെ ആ വാത്സല്യം എത്രത്തോളം ഉണ്ട് എന്ന് സ്വയം അവർക്ക് ബോധ്യപ്പെടുന്ന ചില അവസരങ്ങൾ അല്ലെങ്കിൽ ചില സംഭവങ്ങൾ നിങ്ങളുടെ ഗൃഹത്തിൽ തീർച്ചയായിട്ടും അരങ്ങേറുന്നതുമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിലാണ് ഇവർക്ക് ഈ പറഞ്ഞ വീണ്ടും വിചാരം ഉണ്ടായി തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അല്പം വൈകിയാണെങ്കിലും നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. പക്ഷേ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലും നിങ്ങൾക്ക് ഈ പരിഹാര പൂജകൾ ചെയ്ത് ഒരുവിധം നല്ല ആശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാനും സാധിക്കും. ഈ പരിഹാരങ്ങളെക്കുറിച്ച് നമുക്ക് ഒന്നിച്ച് ഏറ്റവും അവസാനം സംസാരിക്കാം. ഇനി അടുത്തത് മക്കളാൽ ദുഃഖം അനുഭവിക്കേണ്ടി വരുന്ന 14 നക്ഷത്രക്കാരിൽ അടുത്തതായി പറയുന്നത് ഉത്രം നക്ഷത്രം. ഉത്രം നക്ഷത്രക്കാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ മക്കൾ എന്ത് ചെയ്താലും നിങ്ങളത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കും എന്ന ആ ഒരു അവസ്ഥ കാരണം മക്കളോടുള്ള നിങ്ങളുടെ വാത്സല്യം അത് അതിൻ്റെ പരമോന്നതയിൽ എത്തി നിൽക്കുകയാണ്. ഇവിടെ വാത്സല്യം എന്ന് പറഞ്ഞാൽ പോരാ, ഈ പറഞ്ഞ പോലെ അമിതമായിട്ടുള്ള വാത്സല്യം കാരണം എന്ന് പറയുകയായിരിക്കും കൂടുതൽ ശരി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മക്കൾ തെറ്റായ പ്രവൃത്തി ചെയ്താലും അവരെ വഴക്കു പറയാതെ കാര്യങ്ങൾ സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇത് അവർക്കൊരു തണലായി മാറിയിരിക്കുകയാണ് എന്നാണ് ഇവിടെ കാണുന്നതും. അപ്പോൾ അതിൽ നിന്നാണ് അവരുടെ ആ സ്വഭാവ രൂപീകരണം സംഭവിക്കുന്നതും അതാണ് പിന്നീട് നിങ്ങൾക്കുള്ള ദുഃഖ ദുരിതങ്ങളായിട്ട് പരിണമിക്കുന്നതെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതായത് എത്ര പറഞ്ഞാലും മക്കൾ അനുസരണ കാണിക്കാതെ വരിക, തെറ്റായ കൂട്ടുകെട്ടുകളിൽ ചെന്നപ്പെടുക, അസമയങ്ങളിൽ അതായത് രാത്രി വളരെ വൈകി വീട്ടിലേക്ക് കയറി വരിക. അപ്പോൾ ഇങ്ങനെയുള്ള ഒന്നോ അല്ലെങ്കിൽ അതിലധികമോ സ്വഭാവ വൈകൃതങ്ങൾ ഇവർക്കുണ്ടായി തീരാനാണ് ഏറ്റവും കൂടുതൽ ജ്യോതിഷവശാൽ സാധ്യത നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത്. മാത്രമല്ല മക്കളുടെ ഈ പ്രവർത്തികൾ നിങ്ങൾ ചോദ്യം ചെയ്താൽ വളരെ വലിയ ബഹളം വീട്ടിലുണ്ടായി തീരുമെന്നും ഇവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ പരിഹാരവുമുണ്ട്. ആ പരിഹാരങ്ങളെക്കുറിച്ച് ഏറ്റവും അവസാനം ഒന്നിച്ച് പറയാം. മക്കളാൽ ദുഃഖം അനുഭവിക്കേണ്ടി വരുന്ന 14 നക്ഷത്രക്കാരിൽ അടുത്തതായിട്ട് പറയുന്നത് ചിത്തിര നക്ഷത്രം. ഈ ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവർക്ക് മക്കളിൽ നിന്നും അവഗണനയാണ് ജീവിതകാലം അത്രയും കിട്ടുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇത് പ്രത്യേകം ഓർക്കുക, ഈ പറഞ്ഞത് എല്ലാ ചിത്തിര നക്ഷത്രക്കാരെയും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, ഭൂരിപക്ഷം ചിത്തിരക്കാരെയും ഉദ്ദേശിച്ചാണ് ഈ പറഞ്ഞത്. എന്നാൽ ഈ പറഞ്ഞതുപോലെ ഇതിൽ കുറച്ച് ചിത്തിര നക്ഷത്രക്കാർക്ക് നേരെ തിരിച്ചാണ് അനുഭവം. അതായത് കുറച്ചു കാലം മക്കൾ തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ പോലും അല്ലെങ്കിൽ ഉപദ്രവിച്ചാൽ പോലും പിന്നീട് നിങ്ങൾക്ക് നല്ല കാലം നിങ്ങളുടെ അനുഭവത്തിലേക്ക് വന്നിരിക്കും. പറയാൻ കാരണം ഇവരുടെ ദശാനാഥനും കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹവും അതുപോലെ തന്നെ ലഗ്നാധിപനും വെച്ച് നോക്കുമ്പോൾ മക്കളാൽ പലവിധ ദ്രോഹങ്ങൾ ആദ്യമൊക്കെ അനുഭവിക്കേണ്ടി വരുമെങ്കിലും പിന്നീടുള്ള സമയങ്ങളിൽ സമാധാനത്തിന് ഉറപ്പായിട്ടും അവസരങ്ങൾ സംജാതമാകും. വാസ്തവത്തിൽ ഇവിടെ ഇവർക്ക് ഈ ഒരു അവസ്ഥയിൽ സംഭവിക്കുന്നത് ഇവരുടെ ദൈവാധീനം കൊണ്ട് ഇവർക്ക് ഈശ്വരൻ തുണയായി മാറുന്നു എന്നതാണ് ഇവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു നേട്ടമെന്ന് ഇവിടെ ഉറപ്പായിട്ടും പറയേണ്ടിയിരിക്കുന്നു. അതായത് കൃത്യമായ ക്ഷേത്ര ദർശനങ്ങൾ നടത്തിയാൽ ഈ പറഞ്ഞ ഈശ്വരാനുഗ്രഹം നിങ്ങൾക്ക് വീണ്ടും വളരെയധികം വർദ്ധിപ്പിച്ചെടുക്കാൻ സാധിക്കുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. അതുപോലെ തന്നെ ഇതിൽ തന്നെ ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യം, അതായത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ യാതൊരു കാരണവശാലും മക്കളെ നിയന്ത്രിക്കാൻ ശ്രമിക്കരുത്. അതായത് മുതിർന്ന മക്കളാണ് നിങ്ങളുടെ മക്കളെങ്കിൽ അവരെ നിങ്ങൾ നിയന്ത്രിക്കാൻ പോയാൽ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നയിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷെ പേടിക്കേണ്ടതില്ല, കാലാന്തരത്തിൽ നിങ്ങളുടെ മുന്നിൽ വന്ന് മക്കൾ മുട്ടുകുത്തും എന്ന് തന്നെയാണ് ജ്യോതിഷവശാൽ ഇവിടെ പറയാൻ സാധിക്കുന്നത്. അതായത് മക്കൾ നിങ്ങളോട് ക്ഷമ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ കാൽക്കൽ സാഷ്ടാംഗം വീണ് മാപ്പ് ചോദിക്കും. അങ്ങനെയാണ് നമുക്കിവിടെ ജ്യോതിഷവശാൽ പറയാൻ സാധിക്കുന്നത്. എന്നാൽ ഇങ്ങനെ വളരെ കഷ്ടത അനുഭവിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പരിഹാരം ചെയ്താൽ ഒരു പരിധിവരെ നിങ്ങൾക്ക് ഇതിൽ നിന്നും മുക്തി നേടാനും സാധിക്കും. ഈ കാര്യവും നിങ്ങൾ ഉറപ്പായിട്ടും അറിഞ്ഞിരുന്നേ പറ്റൂ. മക്കളാൽ ദുഃഖം അനുഭവിക്കേണ്ടി വരുന്ന 14 നക്ഷത്രക്കാരിൽ അടുത്തതായിട്ട് പറയുന്നത് അനിഴം നക്ഷത്രം. വാസ്തവം പറഞ്ഞാൽ അനിഴം നക്ഷത്രക്കാർ മക്കളെ ഒരു സുഹൃത്തിനെ പോലെയാണ് കാണേണ്ടത്. അതായത് നിങ്ങളുടെ മക്കൾ പ്രായപൂർത്തിയായ മക്കളാണെങ്കിൽ അവരെ തല്ലാനോ വഴക്ക് പറയാനോ പോകുന്നതിന് പകരം അവരൊരു സുഹൃത്തിനെ പോലെ കണ്ടാൽ വീട്ടിൽ ഒച്ചപ്പാടും ബഹളങ്ങളും ഒന്നും ഒരിക്കലും ഉണ്ടാകില്ല. അഥവാ ഉണ്ടായാൽ തന്നെ അത് വളരെ നിസ്സാരമായി നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. അല്ലാത്ത പക്ഷം അവരിൽ നിന്നും മോശം വാക്കുകൾ ശ്രവിക്കാൻ ഇടവരുകയും ഒരുപക്ഷെ അത് ചില അക്രമങ്ങളിലേക്കും മറ്റും ചെന്നുവിടാനുള്ള സാധ്യതയും ഉറപ്പായിട്ടും ഉണ്ടായിത്തീരും.
അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് തന്നെ വളരെയധികം ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നതായിട്ടുള്ള അവസ്ഥകളും നിങ്ങളിൽ പലർക്കും സംജാതമാകുന്നുമുണ്ട്. ഇനി അടുത്തത് മക്കളാൽ ദുഃഖം അനുഭവിക്കേണ്ടി വരുന്ന ഈ 14 നക്ഷത്രക്കാരിൽ അടുത്തതായിട്ട് പറയുന്നത് മൂലം നക്ഷത്രം. മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് മക്കളോടുള്ള അമിതമായിട്ടുള്ള ആ ഒരു ഇഷ്ടം അത് യഥാർത്ഥത്തിൽ മക്കൾ വളരെ വഷളായി പോകാനുള്ള ഒരു അവസരം സൃഷ്ടിക്കുകയാണെന്ന് പറഞ്ഞാലും അത് വാസ്തവമാണ്. അതെന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ലാളിക്കുന്നത് അമിതമായി പോകുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു നിസ്സഹായ അവസ്ഥ മക്കൾ വളരെയധികം മുതലെടുക്കുന്നതാണ് ഇതിനുള്ള ആ ഒരു കാരണവും. അതായത് കൂടെ മാതാപിതാക്കളെ പണം ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ അത്യാവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ദ്രോഹിക്കുന്ന ഒരു അവസ്ഥാവിശേഷവും നിങ്ങളുടെ ജീവിതത്തിൽ ഇടയ്ക്കിടെ സംജാതമാകുന്നുണ്ട്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ പറഞ്ഞത് എപ്പോഴുമില്ല. ചില ദശാസന്ധികൾ മാറുമ്പോൾ മാത്രമേ ഇങ്ങനെയുള്ളൊരു പ്രശ്നം നിങ്ങളുടെ ഗൃഹത്തിൽ കൂടുതൽ ശക്തിമത്തായി പ്രകടമാകാറുള്ളൂ. എന്നാൽ ആ ദശാസന്ധി അങ്ങോട്ട് മാറിപ്പോയാൽ പിന്നെ വലിയ പ്രശ്നങ്ങളില്ലാതെ ജീവിതം മുന്നോട്ട് പോകുന്നതുമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ദശാസന്ധികളിൽ വേണ്ട വിധത്തിൽ പരിഹാരങ്ങൾ ചെയ്താൽ ഇതിൻ്റെ ആ ഒരു ആക്രമണോത്സുക സ്വഭാവം വളരെയധികം കുറച്ചെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. പരിഹാരങ്ങളെല്ലാം അവസാനം പറയാം. ഇനി അടുത്തത് മക്കളാൽ ദുഃഖം അനുഭവിക്കേണ്ടി വരുന്ന 14 നക്ഷത്രക്കാരിൽ അടുത്തതായിട്ട് പറയുന്നത് ഉത്രാട നക്ഷത്രം. ഉത്രാട നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മക്കളോടുള്ള അമിത വാത്സല്യം കാരണം മക്കൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും, അതായത് ഇതിൽ പലതും തെറ്റുകുറ്റങ്ങളിൽ ഉൾപ്പെടുന്നതാണെങ്കിൽ പോലും അവയെ കണ്ണടച്ച് നിങ്ങൾ ശരിവയ്ക്കും, അല്ലെങ്കിൽ അതിനെ ന്യായീകരിക്കും. ഇത് ക്രമേണ അവരിൽ തെറ്റ് ചെയ്യാനുള്ള ആ ഒരു പ്രവണത ഉണ്ടാക്കി തീർക്കുന്നതുമായിരിക്കും. അപ്പോൾ ഈ ഒരൊറ്റ കാരണത്താൽ ഈ പറഞ്ഞ ഉത്രാട നക്ഷത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ മക്കളിൽ നിന്നും ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് സ്വാഭാവികമാണ്. പക്ഷേ നിങ്ങൾ വളരെയധികം ദൈവവിശ്വാസി ആയതുകൊണ്ട് അവസാന നിമിഷങ്ങളിൽ ആണെങ്കിൽ പോലും, അതായത് ജീവിതത്തിൽ ഒരു 65-70 വയസ്സ് പ്രായമാകുമ്പോഴാണെങ്കിൽ പോലും മക്കൾ നിങ്ങളോട് അനുകമ്പ കാണിച്ച് നിങ്ങളുടെ അടുത്ത് വരുന്നതായിട്ടാണ് ഭൂരിഭാഗം ആളുകൾക്കും അനുഭവത്തിലുള്ളത്. എന്നാൽ ഇതിനിടയിലുള്ള സമയത്ത് സമാധാനവും സന്തോഷവും വന്നു ചേരണമെങ്കിൽ പരിഹാര പൂജകൾ ചെയ്താൽ അത് വളരെയധികം കാര്യക്ഷമമായി നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചിരിക്കും. ഇനി അടുത്തതും മക്കളാൽ ദുഃഖം അനുഭവിക്കേണ്ടി വരുന്ന 14 നക്ഷത്രക്കാരിൽ അടുത്തതായിട്ട് പറയുന്നത് ചതയ നക്ഷത്രം. ഈ ചതയ നക്ഷത്രക്കാർക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മക്കൾക്ക് നിങ്ങൾ അമിതമായി വാത്സല്യം കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ് അവർ വഷളായി പോകുന്നത്. അതായത് പഠിക്കാൻ വേണ്ടി പുസ്തകങ്ങൾ തുറക്കുമ്പോൾ തന്നെ അവർക്ക് ഉറക്കം വരിക, അല്ലെങ്കിൽ മറ്റ് ദൃശ്യശ്രവണ മാധ്യമങ്ങൾ കാണുവാനായിട്ട് അവർ അതിയായിട്ടുള്ള താല്പര്യം പ്രകടിപ്പിക്കുക. അങ്ങനെ അവരുടെ ശ്രദ്ധ ഇതിൽ നിന്നും തിരിഞ്ഞു പോകുന്നു എന്നാണ് ഇത് മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ ഈ പറഞ്ഞ വിധം അല്പദൂരം സഞ്ചരിക്കുമ്പോൾ അവരുടെ സ്വഭാവത്തിൽ മാറ്റം വരികയും മാതാപിതാക്കളോട് വളരെ ക്രൂരമായി പെരുമാറുന്ന ചില അവസ്ഥാവിശേഷങ്ങൾ സംജാതമാകുന്നതുമായിരിക്കും. എന്നാൽ കാലാന്തരത്തിൽ തീർച്ചയായിട്ടും ഇതിൽ നിന്നും വളരെയധികം വ്യത്യാസങ്ങൾ ഉറപ്പായിട്ടും വന്നു ചേരും. ഇതും ജ്യോതിഷത്തിൽ വ്യക്തമായി കാണുന്നുണ്ട്. അതിനടുത്ത് മക്കളാൽ ദുഃഖം അനുഭവിക്കേണ്ടി വരുന്ന 14 നക്ഷത്രക്കാരിൽ അടുത്തതായി പറയുന്നത് ഉത്രട്ടാതി നക്ഷത്രം. ഉത്രട്ടാതി നക്ഷത്രക്കാർ പൊതുവെ തികഞ്ഞ മാതൃഭക്തരാണ്. പക്ഷേ ഇവരുടെ മക്കൾ ഇവരോട് ആ ഭക്തി തിരികെ കാണിക്കാറില്ല എന്നതാണ് ആ ഒരു വാസ്തവം. എന്നാൽ പ്രായമാകുമ്പോൾ, അതായത് നിങ്ങളുടെ ഈ അവസ്ഥയിൽ നിങ്ങളുടെ മക്കൾ വരുമ്പോൾ തീർച്ചയായും മാതാപിതാക്കളുടെ വില എന്താണെന്ന് അവർ അപ്പോൾ മനസ്സിലാക്കി തുടങ്ങുന്നതായിരിക്കും. ഇത് വളരെ വ്യക്തമായി ജ്യോതിഷത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് തന്നെ കൃത്യമായ ഇടവേളകൾ കണ്ട് പരിഹാരങ്ങൾ ചെയ്താൽ നല്ലൊരു ശതമാനം ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് ജീവിതത്തിൽ കുറച്ചെടുക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇനി അടുത്തത് മക്കളാൽ ദുഃഖം അനുഭവിക്കേണ്ടി വരുന്ന 14 നക്ഷത്രക്കാരിൽ 14ാമത്തെ നക്ഷത്രമായിട്ട് വരുന്നത് രേവതി നക്ഷത്രം. ഈ രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് മക്കളെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവനാണ്. അത് കഴിഞ്ഞ് മാത്രമേ നിങ്ങൾക്ക് മറ്റെന്തുമുള്ളൂ. അങ്ങനെയാണ് നിങ്ങൾ മക്കളെ വളർത്തിക്കൊണ്ട് പോരുന്നത്. പക്ഷേ ഇവർക്ക് നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു സ്നേഹം അത് ഭൂരിഭാഗം മക്കളും ഇത് ദുരുപയോഗം ചെയ്യുകയാണ് എന്ന ആ ഒരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് ഈ പറഞ്ഞ ദുരുപയോഗം അവർ ചെയ്യുന്നത് മനഃപൂർവ്വമല്ല. അവരുടെ ജാതകവശാലുള്ള നീചഗ്രഹങ്ങളോ അല്ലെങ്കിൽ ദശാസന്ധി ആ സമയം അല്പം മോശമായിരിക്കുന്നത് കൊണ്ടാണ് അവർക്കിങ്ങനെ സംഭവിക്കുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾ സഹായിച്ചില്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടായാൽ പോലും, ദൈവം നിങ്ങൾക്കൊരു തുണയായിട്ട് മാറുന്നൊരു രംഗമാണ് പൊതുവെ കണ്ടുവരുന്നത്.
മാത്രവുമല്ല കാലാന്തരത്തിൽ തീർച്ചയായും മക്കൾ അവരുടെ തെറ്റേറ്റു പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അടുത്ത് വന്നു ചേരുന്ന രംഗവും തീർച്ചയായും ഉണ്ടായിത്തീരും. എന്നാൽ ഇതുപോലുള്ള ജീവിത പ്രതിസന്ധികളിൽ ചില പരിഹാരങ്ങൾ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ അക്രമാസക്തമായ സ്വഭാവങ്ങൾ മക്കളിൽ നിന്നും ഉണ്ടാകാതെ തടയാനും നിങ്ങൾക്ക് ഈ പരിഹാര മാർഗങ്ങളിലൂടെ ഉറപ്പായും സാധിക്കും. അപ്പോൾ ഈ പറഞ്ഞ പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇനി നമ്മൾ തുടർന്ന് അങ്ങോട്ട് നോക്കാൻ പോകുന്നത്. ഇതിൽ പറഞ്ഞ 14 നക്ഷത്രക്കാർക്കും പരിഹാരങ്ങൾ പൊതുവായിട്ടാണ് നമ്മളിവിടെ നിർദ്ദേശിക്കുന്നത്. അതെന്തുകൊണ്ടെന്നാൽ ഈ പറയാൻ പോകുന്ന 3 പരിഹാരങ്ങളിൽ ഏതെങ്കിലും 1 2 ഇനിയിപ്പോൾ അതല്ലെങ്കിൽ 3 പരിഹാരങ്ങളും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം എടുത്തു പറയത്തക്ക വ്യത്യാസങ്ങൾ ഉറപ്പായിട്ടും വന്നു ചേരും. അതിലൊന്ന്, ഷഷ്ഠിവ്രതങ്ങൾ എടുക്കുന്നത് നിങ്ങൾക്ക് ഇത്തരക്കാർക്ക് വളരെയധികം ഗുണം ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളുടെ പിറന്നാൾ ദിവസവും മക്കളുടെ പിറന്നാൾ ദിവസവും നിങ്ങളുടെ വീടിനടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലികൾ കഴിപ്പിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. അതുപോലെ തന്നെ വീടിനടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ സന്താന ഗോപാലാർച്ചന ഈ വഴിപാട് നടത്തുന്നതും വളരെയധികം ഗുണം ചെയ്യുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. ഇതിനോടൊപ്പം ചേർത്ത് പറയേണ്ട മറ്റൊരു പരിഹാരം, ഇത് വളരെ ശക്തി കൂടിയ ഒരു പരിഹാര മാർഗമാണ്. ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അതായത് ഈ ഗായത്രി മന്ത്രങ്ങൾ വീട്ടിൽ എല്ലാ ദിവസവും പുലർച്ചെ, അതായത് സൂര്യൻ ഉദിച്ചു വരുന്ന ആ ഒരു സമയത്ത് ജപിക്കുന്നത് വളരെയധികം എഫക്റ്റീവായിട്ടാണ് ആളുകൾ പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഉചിതമായത് ഏതോ അത് നിങ്ങൾ തിരഞ്ഞെടുത്ത് ചെയ്യുകയാണ് ഏറ്റവും ഉത്തമം. അതുപോലെ തന്നെ ഇപ്പോൾ എൻ്റെ ഓർമ്മയിൽ വരുന്നൊരു പരിഹാരം, ഇതും നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യും. അതായത് എല്ലാ ശനിയാഴ്ച ദിവസങ്ങളും നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ തൊഴുതു പ്രാർത്ഥിക്കാൻ നിങ്ങൾക്കായാൽ, അത് സാധിച്ചാൽ അതും വളരെയധികം ഗുണം നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടും വന്നു കിട്ടുമെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. ഇനിയൊരു പക്ഷേ നിങ്ങൾ വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഇവിടെ കമൻറ്റ് ബോക്സിൽ തന്നാലും മതി. എല്ലാ ശനിയാഴ്ച തോറുമുള്ള നവഗ്രഹ പൂജയിൽ ഉറപ്പായും ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാൻ ആഗ്രഹിച്ചത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.